ഇന്ന് ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം കോട്ടയുടെ മുന്നിലാണ്. നിങ്ങൾക്കപ്പോൾ മനസ്സിലായി കാണും ഇന്ന് ഞാൻ നിങ്ങളോട് എന്തിനെ കുറിച്ചാണ് പറയാൻ വന്നിരിക്കുന്നത് എന്ന്. അതെ, കൊച്ചിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോർച്ചുഗീസുകാർ 1503 എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറത്ത് പണിതതാണ് ഈ പള്ളിപ്പുറം കോട്ട. വൈപ്പിൻകോട്ട എന്നും ആയക്കോട്ട എന്നും ഈ കോട്ടയ്ക്ക് പേരുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ യൂറോപ്യന്മാർ ആദ്യമായി പണിത കോട്ട എന്നൊരു പദവിയും ഈ പള്ളിപ്പുറം കോട്ടയ്ക്ക് തന്നെയാണ് ഉള്ളത്. വൈപ്പിൻ ദ്വീപിലെ വടക്കേ അറ്റത്തെ മുനമ്പം പള്ളിപ്പുറത്താണ് ഈ പള്ളിപ്പുറം കോട്ട സ്ഥിതി ചെയ്യുന്നത്. 1663 ഡച്ചുകാർ ഈ കോട്ട പിടിച്ചെടുത്തു. അതിനുശേഷം 1689 തിരുവിതാംകൂർ രാജവംശത്തിന് ഡച്ചുകാർ ഈ കോട്ട വിറ്റു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി ഈ കോട്ടയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കാവൽ നിലയം എന്ന രീതിയിലാണ് പള്ളിപ്പുറം കോട്ട പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ആഴിയുടെ വക്കിലായതിനാൽ ഈ കോട്ടയെ ആഴിക്കോട്ട എന്നും വിളിക്കാറുണ്ട്. ഈ കോട്ടയ്ക്കകത്ത് ഒരുപാട് മരങ്ങളും ഒരു കുളവും ഉണ്ട്. അതുപോലെ തന്നെ അഷ്ടകോണാകൃതിയിലാണ് ഈ കോട്ടയുടെ പ്രധാന കവാടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. നല്ല ചെത്തിമിനുക്കിയ കരിങ്കല്ല് കൊണ്ട് 5 അടി 3 ഇഞ്ച് പൊക്കത്തിലും 7 അടി ഉയരത്തിലുമാണ് ഈ കവാടം പണി കഴിപ്പിച്ചിരിക്കുന്നത്. പെരിയാറിലൂടെയും അറബിക്കടലിലൂടെയും വരുന്ന നൗകകളെ വീക്ഷിക്കുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഈ പള്ളിപ്പുറം കോട്ട ഉപകാരപ്രദമായി. അതുപോലെ തന്നെ പ്രശസ്തമായ നെടുങ്കോട്ടയുടെ തുടക്കം നമ്മുടെ ഈ പള്ളിപ്പുറം കോട്ടയിൽ നിന്നാണ്. 1964 പള്ളിപ്പുറം കോട്ട ഒരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ന് ഈ പള്ളിപ്പുറം കോട്ട കേരള പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ കീഴിൽ സംരക്ഷിക്കുന്ന അപൂർവം സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്ന് തന്നെയാണ്.